മന്ത്രി വി ശിവൻകുട്ടി ഗവർണറെ അപമാനിച്ചു. വാർത്താക്കുറിപ്പിറക്കി രാജ്ഭവൻ. രാജ്ഭവനിലെ ഭാരതാംബ വിവാദത്തിൽ പ്രതികരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഗവർണർമാർ അധികാരം മറന്ന് സർക്കാർ പ്രവർത്തനങ്ങളിൽ ഇടപെടരുതെന്നും രാജേന്ദ്ര അർലേക്കർ ഭരണഘടനാ ലംഘനം നടത്തിയെന്നും മന്ത്രി പറഞ്ഞു. വനിത കാവിക്കൊടി പിടിച്ചിരിക്കുന്ന ചിത്രം തിരുവനന്തപുരത്തെ RSS ശാഖയിൽ കൊണ്ടുവയ്ക്കാമെന്നും രാജ്ഭവനിൽ വയ്ക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാധ്യമങ്ങളോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 163 പ്രകാരം മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത്. അതല്ലാതെ താനാണ് കേരളം ഭരിക്കേണ്ടത് എന്ന് അദ്ദേഹം കരുതുന്നുണ്ടോ എന്ന് അറിയില്ല. കേരളം ഭരിക്കാൻ പിണറായി വിജയനുണ്ട്, അദ്ദേഹം ഭരിച്ചോളും. മതനിരപേക്ഷതയ്ക്കെതിരെയാണ് ഗവർണർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണല്ലോ രാജ്ഭവനിൽ ഒരു വനിത കാവിക്കൊടി പിടിച്ചു നിൽക്കുന്ന ചിത്രം ചില്ലിട്ട് വച്ചിരിക്കുന്നത്. അതിനു മുന്നിൽ പൂവും തിരിയുമൊക്കെ കൊണ്ടുവച്ച് അദ്ദേഹമാണ് ഭരണഘടനാ ലംഘനം നടത്തിയിരിക്കുന്നത്. കേരളത്തിനും ഇന്ത്യക്കും നാണക്കേടാണത്. ഒരു സ്ത്രീ കാവിക്കൊടി പിടിച്ചിരിക്കുന്നതാണ് ഭാരതം എന്ന് ആരു പറഞ്ഞു? അദ്ദേഹം ശാഖയിൽ കൊണ്ട് അത് വയ്ക്കുന്നതാണ് നല്ലത്. ഞാൻ ഭരണഘടനാ ലംഘനം നടത്തിയിട്ടില്ല, വി ശിവൻകുട്ടി വ്യക്തമാക്കി. തനിക്ക് സർക്കാർ പരിപാടി RSS പരിപാടി പോലെ ആക്കുന്നതിനോട് താല്പര്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തോന്നിയാസം കണ്ടാൽ അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ എന്ത് ജനാധിപത്യമാണെന്നും അദ്ദേഹം ചോദിച്ചു. രാജ്ഭവനിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വച്ചതിൽ പ്രതിഷേധിച്ചാണ് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയത്. ചിത്രം വയ്ക്കില്ലെന്ന് നേരത്തെ മന്ത്രിക്ക് ഉറപ്പ് ലഭിച്ചിരുന്നു. എന്നാൽ മന്ത്രി എത്തിയപ്പോൾ വേദിയിൽ ഭാരതാംബയുടെ ചിത്രമുണ്ടായിരുന്നു. ഇതോടെ മന്ത്രി പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. രാജ്ഭവൻ തനി രാഷ്ട്രീയ കേന്ദ്രമാവുകയാണെന്നും കുട്ടികളെ അഭിസംബോധന ചെയ്ത ശേഷം താൻ പരിപാടി ബഹിഷ്കരിക്കുകയായിരുന്നുവെന്നും ശിവൻകുട്ടി നേരത്തെ പ്രതികരിച്ചിരുന്നു. അതേസമയം മന്ത്രി വി ശിവൻകുട്ടി രാജ്ഭവനിലെ ചടങ്ങ് ബഹിഷ്കരിച്ചതിൽ അതൃപ്തി പരസ്യമാക്കി വാർത്താക്കുറിപ്പിറക്കി രാജ്ഭവൻ. ഭരണഘടനയെ തൊട്ട് അധികാരത്തിലെത്തിയ മന്ത്രി ഗവർണറെയും രാജ്ഭവനെയും അപമാനിച്ചു. ഇന്ന് നടന്ന പരിപാടിക്കിടെ ഇറങ്ങിപ്പോയത് ശരിയായ രീതിയല്ല. മന്ത്രി ചെയ്തത് തെറ്റായ കീഴ്വഴക്കമാണെന്നും പ്രോട്ടോകോൾ ലംഘിച്ചുവെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു.